BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് ഭാര്യയുടെ മൊഴി. പ്രശ്നം പരിഹരിക്കാത്തതിൽ അനിൽ വലിയ ദുഃഖത്തിലായിരുന്നു. പലരോടും പറഞ്ഞുവെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നാണ് അനിൽ പറഞ്ഞിരുന്നത് എന്ന് ഭാര്യ മൊഴി നൽകി. BJP നേതാക്കൾക്കെതിരെ മൊഴിയിൽ പരാമർശമില്ല. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഈ സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ ആയുധമെന്ന നിലയ്ക്ക് കോൺഗ്രസും CPM ഒക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്? അന്വേഷണ സംഘം പിന്നീട് എന്തെങ്കിലും പ്രതികരിക്കുകയുണ്ടായോ? ഇപ്പോൾ K മുരളീധരനൊക്കെ ഇന്ന് വീട് സന്ദർശിക്കുന്ന സ്ഥിതി ഉണ്ടായല്ലോ. എന്താണ് വിവരങ്ങൾ? ദിവിഷ്, മരണം നടന്ന് ഇപ്പോൾ കുറച്ചു ദിവസമാകുന്നു. അപ്പോൾ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വീട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇന്ന് അവിടേക്ക് എത്തിയിരുന്നു. ഭാര്യയുമായി സംസാരിച്ചു, മറ്റ് ബന്ധുക്കളുമായി സംസാരിച്ചു. സംസാരിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ദിവിഷ് പറഞ്ഞു വെച്ചത്. അതായത് ഈ സഹകരണ സംഘത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അനിൽ നേതൃത്വം നൽകിയ ഭരണസമിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ പ്രശ്നങ്ങളെല്ലാം അനിലിനെ വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. പലരോടും ഈ വിഷയം പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രശ്നത്തിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് ആ ഭാര്യ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിലെ വസ്തുത എന്താണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നു. എന്നാൽ BJP നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും പേരെടുത്തുള്ള പരാമർശങ്ങൾ മൊഴിയിലില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്റ്റുവാർട്ട് കില്ലർ ആണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത്. വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുടുംബം എത്തിയിട്ടില്ല. ഒരു മരണം നടന്ന് ഇത്രയും ദിവസം ആകുന്നതേ ഉള്ളൂ. അതിനാൽ തന്നെ കുറച്ചുകൂടി സമയം അവർക്ക് നൽകാം. അതിനുശേഷം വിശദമായി അവരെ കേൾക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്ന തരത്തിലുള്ളൊരു ആരോപണം നിലവിൽ എന്തായാലും BJPക്കെതിരെ അനിലിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അത്തരം വിഷയങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല. എന്നാൽ ചില എല്ലാവരെയും ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട്. വിശദമായുള്ള മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.